കലാപൂരത്തിന്റെ 4ാം നാൾ തേക്കിൻകാട് മൈതാനിയിലെ വേദി 2 പാരിജാതത്തിലാണ് ഹൈസ്കൂൾ വിഭാഗം വൃന്ദവാദ്യം അരങ്ങേറിയത്. താളവും മേളവും ഈണവും സമന്വയിച്ച വേദിയിൽ കൗമാരസംഘം കത്തിക്കയറി. ബേസ് ലീഡ് ഗിത്താറുകൾ, വയലിൻ, ഡ്രംസ്, റിതംപാട്, കീബോർഡ് തുടങ്ങി ചെണ്ട വരെ എത്തിയ വേദി കൗമാര വാദ്യകലാപ്രതിഭകളുടെ മിന്നും പ്രകടനങ്ങളാൽ സമ്പന്നമായി. കോട്ടയം ജില്ല ഈരാറ്റുപേട്ടയിലെ മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണുള്ളത്. ഇവർ ആദ്യമായിട്ടാണ് സംസ്ഥാന കലോത്സവ വേദിയിൽ വൃന്ദവാദ്യത്തിലെത്തുന്നത്, അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സന്തോഷമുണ്ട് എത്തിയതിൽ. ഞങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ ഒരു ഫലമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വൃന്ദവാദ്യം വരായിട്ടും നല്ല ഭാഗ്യമായിട്ട് നോക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എത്ര നാളുണ്ടായിരുന്നു പരിശീലനമൊക്കെ? 3 വർഷത്തെ പരിശീലനം ഉണ്ടായിരുന്നു. അതിലൂടെ ഞങ്ങൾക്ക് സ്റ്റേജ് വരെ പോകാൻ പറ്റിയത്. പെർഫോമൻസ് കളറാക്കിയില്ലേ? രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ഒരു സപ്പോർട്ട് എത്രത്തോളം? PT ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ ടീച്ചേഴ്സും അടിപൊളിയായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റ് വരെ എത്താൻ വേണ്ടി പറ്റിയത് തന്നെ. വന്നെത്തിയ സംഘങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇതോടെ നിറഞ്ഞു കവിഞ്ഞ വേദി വാദ്യലഹരിയിൽ അലിഞ്ഞു. മേളപ്പെരുക്കത്താൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ പൂരനഗരിയെ മറ്റൊരു വാദ്യപ്രപഞ്ചത്തിലാക്കിയാണ് ഓരോ വൃന്ദവാദ്യ സംഘങ്ങളും മടങ്ങിയത്. വൃന്ദവാദ്യവേദിയിൽ നിന്നും ക്യാമറാമാൻ പ്രവീൺ പ്രകാശിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.